ക്രിസ്മസ് കേക്കിൻ്റെ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൽക്കഹോൾ ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ആൽക്കഹോൾ വെച്ച് അതിൻ്റെ ഒതൻറ്റിക് രീതിയിൽ ക്രിസ്മസിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെ സോക്ക് ചെയ്യുന്നുള്ളത്. 1 കിലോ കേക്കിന് വേണ്ടി ഏകദേശം 200 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്, നട്ട്സ് കൂടാതെ ഫ്രൂട്ട്സ് മാത്രം. ആൽക്കഹോളിൻ്റെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണുള്ളത്, ഇത് മൊത്തം 200 ഗ്രാം ഉണ്ട്. ഇതെല്ലാം കൂടി 200 ഗ്രാം ഉണ്ട്. ഇത് 200 ഗ്രാം ഒരു കേക്കിന്, 1 കിലോ കേക്ക് എന്നാണ് ഈ 200 ഗ്രാം. ആൽക്കഹോളിക് ഫ്രൂട്ട് സോക്കിങ്ങിന് പറഞ്ഞിരിക്കുന്ന അതേ പ്രൊപ്പോർഷനിൽ ഇനി വേണ്ടത്, ഞാനൊരു 1/2 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ജ്യൂസ് മിക്സിയിൽ അടിച്ചിട്ട് എടുത്തിട്ടാണ് ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പം കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് എടുക്കുക. ഒന്നില്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ ഗ്രേപ്പിൻ്റെ ജ്യൂസോ എന്തായാലും മതി. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. 200 ഗ്രാം അളന്ന് വെച്ചാണ് 200 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ 1/2 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസും കൂടെ ഒഴിച്ചു. ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കംപ്ലീറ്റ് വറ്റണം. ഇതൊന്ന് സോഫ്റ്റ് ആവണം. ഈ ഇട്ടേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആവണം. അത് നമ്മൾ കുറച്ചിടണം എന്നുള്ളവർക്ക് ഒരു 1.5 കിലോ വരെ ഉണ്ടാക്കാം കേട്ടോ. ഇതൊരു കുറച്ച് ഫ്രൂട്ട്സ് കൂടുതലിട്ടുള്ള കേക്കിനാണ് ഞാൻ പറഞ്ഞ 1 കിലോ കേക്ക്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഈ 200 ഗ്രാം ഒരു 1.5 കിലോന് എടുക്കാം. ഇതൊരു 1.5 കപ്പ് ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാം കൂടി. കേക്കിന് എന്തിനാണ് സോക്ക് ചെയ്യണേ എന്നുള്ളതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, ഇതല്ലെങ്കിൽ കേക്ക് ബാറ്ററിൻ്റെ അടിയിൽ പോയി കിടക്കും. ഇതെല്ലാം സെഡിമെൻ്റ് ചെയ്ത് താഴെ പോയി ഫ്രൂട്ട്സ് ഒക്കെ എടുക്കും. സോക്ക് ചെയ്താലാണ് ആ ഫ്രൂട്ട്സ് ഈവനായിട്ട് ബാറ്ററിൽ നിൽക്കുള്ളൂ. അപ്പം അത് സോഫൻ ചെയ്യാനും അതുപോലെ കട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മുറിഞ്ഞു പോകും. അപ്പോൾ ഫ്രൂട്ട്സിനെ സോക്ക് ചെയ്യലാണ് ഉദ്ദേശം. ഈ ഫ്രൂട്ട്സിനെ സോക്ക് ചെയ്യുന്നത് ആൽക്കഹോളിക് ആയിട്ടാണ്, ഒതൻറ്റിക് രീതിയിൽ അതിൻ്റെ സോക്കിങ്. അപ്പം ഞാൻ ആൽക്കഹോൾ ഉപയോഗിക്കാത്തവർക്ക് വേണ്ടി നോൺ ആൽക്കഹോളിക് ഫ്രൂട്ട് സോക്കിങ്. 1/2 കപ്പ് ഏകദേശം 2 ഓറഞ്ച് പിഴിഞ്ഞിട്ടപ്പം 1/2 കപ്പ് കിട്ടിയായിരുന്നു കേട്ടോ. ഇത് മതി, വെള്ളം വലിഞ്ഞല്ലോ. ഇനി അത് ചൂടാറി വരുമ്പോഴേക്കും നല്ല ഇതായിട്ടുണ്ടാവും. ഇതൊരു 3-4 ദിവസം റൂം ടെമ്പറേച്ചറിൽ കേടൊന്നും വരാതിരുന്നുള്ളൂ. ഇപ്പം ഞാൻ ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും പ്ലം കേക്കിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെ സോക്ക് ചെയ്തിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ആൽക്കഹോൾ ചെയ്യാൻ പറ്റാത്തവർ നോൺ ആൽക്കഹോളിക് ഈ രീതിയിലെങ്കിലും ചെയ്തിട്ട് ഈ ക്രിസ്മസിന് നിങ്ങൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ ആൻഡ്